കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ ഫ്രഷ് കട്ട് ഇരകളായ കുടുംബങ്ങൾക്ക് ആശ്വാസമായി ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. കോഴിക്കോട് ജില്ലയിലെ കോഴിമാലിന്യം മറ്റു ജില്ലകളിലേക്കും കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് കോഴിക്കോട് കളക്ടർ അയച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ പറയുന്നത്. അബ്ദുൽ ഗഫൂർ, റഫീഖ് സി.കെ, സെയ്ദലവി എന്നീ 3 പേരാണ് ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിനെ തുടർന്നാണ് കോഴിക്കോട് ജില്ലയിലെ മാലിന്യം മറ്റു ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്നതിനെപ്പറ്റി പഠിക്കാൻ കേരള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാലിന്യ സംഭരണ പരിധിയിൽ കൂടുതലും ഫ്രഷ് കട്ടിൽ തന്നെ എത്തുന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നങ്ങൾക്ക് കാരണം. ഈ ഉത്തരവിൽ പറയുന്നതനുസരിച്ച് കോഴിക്കോട് ജില്ലയിലെ കോഴിമാലിന്യം മറ്റ് ജില്ലകളിലേക്കും നൽകാൻ തയ്യാറായാൽ നിലവിലെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചവർ പറയുന്നത്. ഈ ഉത്തരവിൽ കൃത്യമായിട്ട് ഈ അയൽ ജില്ലകളിലേക്ക് കൂടെ ഇത് കൊണ്ടുവന്ന, അതായത് മലപ്പുറം, പാലക്കാട്, എറണാകുളം ജില്ലയിലുള്ള ഇത്തരം ഫാക്ടറിയിലേക്ക് ഇവിടുന്ന് മാലിന്യം കൊണ്ടുവന്നതിലൂടെ ഇവിടുത്തെ അമിതമായിട്ടുള്ള മാലിന്യം പരിഹരിക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ള വിഷയം പരിഗണിക്കാനും പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കാൻ, അതായത് ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഉള്ള നടപടി സ്വീകരിക്കാനാണ് ജില്ലാ കളക്ടർക്ക് ഉത്തരവ് കൊടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമായി ഏതാണ്ട് 4000-ഓളം വരുന്ന കുടുംബങ്ങളാണ് ഫ്രഷ് കട്ടിനെതിരെ രംഗത്തുള്ളത്. കഴിഞ്ഞ തവണ ഉണ്ടായ സംഘർഷത്തിൽ കേസ് ഭയന്ന് നിരവധി ആളുകൾ ഇപ്പോഴും ഒളിവിലാണ്. ഹൈക്കോടതി വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ പ്രശ്നപരിഹാരത്തിന് വേണ്ടി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഇവർക്ക് പറയാനുള്ളത്. ഈ കേസ് വീണ്ടും അടുത്ത മാസം ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.